ഈ ഒരു വീഡിയോ വലിയൊരു ടോപ്പിക്കോ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സിദ്ദിഖിക്കയുടെ മകൻ മരിച്ചിട്ടുള്ള ആ ഒരു വിവരമാണെങ്കിൽ നിങ്ങളിൽ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. അപ്പോൾ ഈ ഒരു വാർത്തയ്ക്കാണെങ്കിൽ 24 ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ചലച്ചിത്ര നടൻ സിദ്ദിഖിൻ്റെ മൂത്ത മകൻ റാഷൻ സിദ്ദിഖ് അന്തരിച്ചു. 37 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളം മെഡിക്കൽ സെൻ്ററിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കൊച്ചി പടമുകൾ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കും. ഒരിക്കൽ കൂടി 24-ൻ്റെ ആദരാഞ്ജലികൾ. തീർച്ചയായിട്ടും പിതാവ് സിദ്ദിഖിന് വലിയ സങ്കടകരമായ ദിവസമാണ് ഇന്ന്. കുറച്ച് ദിവസമായിട്ട് ഇദ്ദേഹം കൊച്ചിയിൽ ചികിത്സയിലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് മരണം വന്ന് ഭവിച്ചത്. ഈ സങ്കടക്കടൽ നീതി കടക്കാൻ സിദ്ദിഖിന് കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം ഈ ഒരു വാർത്തയ്ക്ക് താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ജസ്റ്റ് വായിക്കാവേ. വീട്ടിൽ പോയി വീഡിയോ എടുക്കാൻ സമയം കിട്ടി കാണില്ലായിരിക്കും ഇല്ല എന്ന്. അതായത് ഈ കമൻറ്റ് ഇട്ട ഈ ഒരു വ്യക്തിക്ക് അവരുടെ വീട്ടിൽ സിദ്ദിഖിക്കയുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാനെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു ഖബറടക്കത്തിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ 24 ന്യൂസിലാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് വിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മേ ബി എടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് അവർ ആ ഒരു ന്യൂസിനകത്തോടെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിന് ശേഷം ഞാൻ അതിനുശേഷമാണെങ്കിൽ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്തതിന് ശേഷമാണെങ്കിൽ യൂട്യൂബിൽ പല ഓൺലൈൻ മീഡിയാസും ഇത് നേരിട്ട് ചെന്നിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കവർ ചെയ്ത ആ ഒരു വിഷ്വൽസിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസുകളുണ്ട്. അതുകൂടെ ഞാനിവിടെ വായിക്കാം. ഒരു ഉളുപ്പുമില്ലാത്ത കുറേ മനുഷ്യജന്മങ്ങൾ ഫോട്ടോയും എടുത്ത് നടക്കുന്നു. അവർ ചാവുമ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ക്യാമറയുമായി നടക്കുന്ന പാപ്പരാസികൾ. വെദർ ഡെത്ത് ഓർ ബർത്ത് ഇറ്റ്സ് സെലിബ്രേഷൻ ആൻഡ് ക്യാമറ ഓപ്സ് ഓൾ അറൗണ്ട്. വീഡിയോ എടുക്കുന്ന പുണ്ടകളുടെ വീട്ടിലും ഇതുപോലെ വരുമ്പോൾ അലറിക്കറിയുമ്പോൾ റീൽസ് ഇടണം. അവിടെയും ഇവിടെയും കുറേ ക്യാമറ കണ്ണുകൾ ഇറങ്ങിയിട്ടുണ്ട്. മരണ വീട്ടിലൊരു അച്ഛൻ്റെ വേദന അവർക്ക് അറിയൂ. ഇത് കുറേ ക്യാമറ ഉണ്ടാക്കി ഇറങ്ങും. അപ്പം ഈ രീതിയിലൊക്കെയാണ് മെജോറിറ്റി ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. അതായത് ഈ ക്യാമറയും കൊണ്ട് അവരിത് കവർ ചെയ്യാൻ പോയിട്ടുള്ളത് മരണത്തിനെ വിറ്റ് കാശാക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഇവർ ഈ കമൻറ്റ് ഇട്ടതിലൊക്കെ ചില ആളുകളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ 24 ന്യൂസിലാണെങ്കിൽ പോയിട്ട് ഇവിടുത്തെ എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ പോയി വിഷ്വൽസ് എടുക്കാനെ കൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുറേ ആളുകൾക്ക് ഈ വിഷ്വൽസ് കാണാൻ ആഗ്രഹമുണ്ട്, ചില ആളുകൾക്ക് ഇത് കാണാൻ ആഗ്രഹമില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഈ വിഷ്വൽസൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ ഇവർ ഭയങ്കര ക്വാളിറ്റി ഉള്ള മനുഷ്യരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ വീഡിയോ മുഴുവനായിട്ട് ഇത് കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലുള്ള ചില നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ചില ആൾക്കാരുണ്ട്. കാര്യം അവർ മറ്റുള്ളവരുടെ മുന്നിൽ അവരൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഈ ഒരു മീഡിയയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളുടെ ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ഈ മീഡിയ കവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മരണ വീട്ടിലെ രംഗങ്ങളും ഈ കവറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം 24 ന്യൂസ് എന്തുകൊണ്ട് കവർ ചെയ്തില്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പിന്നീട് ഈ ഓൺലൈൻ മീഡിയാസ് കവർ ചെയ്യുമ്പോൾ അതിന് കാഴ്ചക്കാരുണ്ട് അല്ലേ. നിങ്ങൾ ആ ഒരു വീഡിയോയുടെയൊക്കെ വ്യൂവർഷിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഒരു മരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ അവിടെ ഈ പറയുന്ന ചില എന്താ പറയുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കില്ല. അതേപോലെ അതിനകത്ത് വീട്ടിൽ അവരെങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ കമൻറ്റ് ഇട്ടേക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇവരവിടെ പോയിട്ട് ഇങ്ങനെ ആ വിഷ്വൽസൊക്കെ കവർ ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് എല്ലാവർക്കും അത് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും നിങ്ങൾക്കാണെങ്കിലും വന്നിട്ട് അത്രയും കമൻറ്റ്സ് ഇടാനും പറ്റിയിട്ടുള്ളത്. പിന്നെ ഈ കമൻറ്റിൽ ഇട്ടിട്ടുള്ളൊരു കാര്യം വരുന്നത് ഈ മീഡിയ കവർ ചെയ്യാൻ പോകുന്ന ഈ ക്യാമറമാന്മാരുടെ വീട്ടിൽ ഇത് സംഭവിക്കുമ്പോഴേ ഇതേപോലുള്ള റീൽസൊക്കെ പോയിട്ട് എടുക്കണം എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അത് സംഭവിക്കില്ല. കാരണം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് അവരുടെ വീട്ടിലേക്ക് ഒരു കവറേജ് പോയിട്ടുള്ളത്, സിദ്ദിഖിക്കയുടെ വീട്ടിലേക്ക്. അപ്പം ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് എപ്പോഴും സെലിബ്രിറ്റീസ് ആവുക. ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും സെലിബ്രിറ്റീസ് ആവത്തില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കവറേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് ഈ നിൽക്കുന്ന ആളുകളിൽ തന്നെ പല ആളുകൾക്കും ഒരു മനസ്സിനൊരു വിഷമമുണ്ടായിരിക്കും. കാരണം ഇതൊരു മരണ വീടാണ്, അവിടെ പോയിട്ട് ഞങ്ങളിത് കവർ ചെയ്യാൻ പോകണമെന്നൊക്കെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നിട്ടും അവരവിടെ നിർബന്ധിതനായിട്ട് പോകേണ്ട ഒരു സാധ്യത ഉണ്ടാകും. കാര്യം അവരുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ പറയുകയാണ് നീ അവിടെ പോയിട്ട് ഇത് കവർ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കിനും അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂലേ. അവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വരുന്നതായിരിക്കാം. ഓക്കെ, പിന്നെ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. അവരത് കവർ ചെയ്യാൻ പോയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഇത് കാണാൻ കഴിഞ്ഞത്, നിങ്ങൾക്കല്ല ഈ കമൻറ്റ് ഇടാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ പിന്നെ ഓരോ വ്യൂവേഴ്സിൻ്റെ എന്താ പറയുക, എപ്പോഴും വ്യൂവേഴ്സാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. ആ വ്യൂവേഴ്സിൻ്റെ ഒപ്പീനിയൻസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ പറയും. ഓക്കെ, അതെല്ലാം അവിടെ ഒരു സൈഡിൽ നിന്നോട്ടെ. പക്ഷേ ഇതിന് ശേഷം വന്നിട്ടുള്ള വേറെ കുറച്ച് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മതത്തോട്, ആ ഒരു പ്രത്യേക വിഭാഗത്തോട് എന്താണ് ആളുകൾക്ക് ഇത്രയും വലിയൊരു വിദ്വേഷം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് കുറച്ച് കമൻറ്റ്സ് നോക്കിയാൽ ഭാര്യയെ കൊന്ന് ഇപ്പോൾ മോനെയും, പിന്നീട് കലാപം മണിയാൻ കൊല്ലാൻ ഗൂഢാലോചനകൾ ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു തനിക്കും ഒരു ദിവസം ഇതിനേക്കാളും ആഴത്തിലുള്ള ദുഃഖം ഉണ്ടാകേണ്ട വരുമെന്ന്.
പിന്നെ ഭിന്നശേഷിക്കാരനായ ഒരു മകന് ജന്മം നൽകിയത് ദൈവം എന്നൊരാൾ ഉള്ളത് അറിഞ്ഞു നൽകിയതാണ്. പാപം ചെയ്യുമ്പോൾ ഓർക്കണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കുള്ള ഫലം അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. ആ കലാഭമണിയെ കൊല്ലുവാൻ ഇവനുമുണ്ട് ആ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക്. പക്ഷേ പുറംലോകം അതറിയാത്തത് സർവ്വ തെളിവുകളെ നശിപ്പിക്കാൻ ആ സമയത്തുള്ള കഴിവ് ഇവർക്കുണ്ടായിപ്പോയി. അതാണ് ദൈവത്തിൻ്റെ കോടതിയിലെ ശിക്ഷയാണ് ഇപ്പോൾ ഈ വാങ്ങുന്നതൊക്കെ. അപ്പം ഈ ഒരു കമൻറ്റ് ഇട്ടത് പ്രകാരം ഇപ്പം കലാഭവനി ചേട്ടൻ്റെ ആ ഒരു കേസിൽ ഇവർക്കുള്ള ഇൻവോൾവ്മെൻറ്റ് കാര്യങ്ങൾ ഇതൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഇട്ട ഒരു കമൻറ്റ് പ്രകാരം ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഏതെങ്കിലും പേരൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പേരൻസ് എല്ലാം എന്തെങ്കിലും ലൈഫിൽ ഏറ്റവും വലിയൊരു പാപം ചെയ്തിട്ട് അവർക്ക് ശാപം കിട്ടിയതിൻ്റെ പേരിലാണോ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ അച്ഛനമ്മമാർ ചെയ്തിട്ടുള്ള ബലത്തിൻ്റെ പേരിൽ കൊണ്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റിൻ്റെ പേരിൽ കിട്ടിയിട്ടുള്ള ശാപം കൊണ്ടാണോ അങ്ങനെ ഒരു കുട്ടികൾ ജനിച്ചിട്ടുള്ളത്? എത്ര വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ആ പറഞ്ഞേക്കുന്നത്. കാര്യം ഇടയിൽ ഒരു എന്താ പറയുക ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ഒരാൾക്ക് സംഭവിക്കുന്നതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ശാപം, കോപം, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അയാളെ രണ്ട് വർത്തമാനം പറയാൻ പറ്റിയല്ലോ എന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. കാര്യം ഇതൊക്കെ കാണുന്ന കുറേ ആളുകൾക്ക് നല്ല രീതിയിൽ ഹേർട്ടാവും. കാര്യം ഈ പറയുന്ന എന്താ പറയുക ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കൾ ഉള്ളവരെല്ലാവരും ഈ ശാപം കിട്ടിയവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് പിന്നെ ഏത് ഡാഷാണ് മരിച്ചതെന്ന് പിന്നെ ആരാന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് ഇയാൾ കണ്ടിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരാൾ ആരുമായിക്കോട്ടെ, ഇപ്പം സിദ്ദിഖിക്കയുടെ മകനെന്ന് വേണ്ട ഏതൊരു വ്യക്തി ആയിക്കോട്ടെ മരിക്കുന്നത്, ആ ഒരു മരിച്ച വ്യക്തിയെ പറ്റിയിട്ട് ഏത് ഡാഷ് മോനാണ് മരിച്ചതെന്നൊക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. എത്രമാത്രം സ്വഭാവ വൈകൃതമുള്ള കുറേ ആളുകളാണ് ഈ കമൻറ്റ് ബോക്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരാളുടെ ആ ഒരു മരണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയാത്ത കുറേ ആളുകളുണ്ട്. പിന്നെ സിദ്ദിഖ് സ്വന്തം മകനെ കൊണ്ട് അന്യമതസ്ഥനെ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചവൻ, ഇവൻ്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ മറവ് ചെയ്യരുത്, ഇവൻ കാഫറാണ് ഈ സിദ്ദിഖ്. ആക്ച്വലി ഈ കാഫർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ മതപരമായിട്ട് എന്തൊക്കെയോ ലംഘനങ്ങൾ ഇദ്ദേഹം ചെയ്തു, അതുകൊണ്ട് ഇയാളെ അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ മയ്യത്ത് പള്ളിക്കാട്ടിൽ മറവ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ തനിക്ക് ഇഷ്ടമുള്ള ഒരു ഇണയെ തേടി കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതത്തിൻ്റെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് പറയും? ഈ മതത്തിലുള്ള ആൾക്കാർ തന്നെ ഈ മതത്തിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ ഇത്തരം രീതിയിലൊക്കെ സംസാരിക്കുന്നത്. ഇയാളുടെ പേരെന്താ? അലിൻ കെ ആരാ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറഞ്ഞേക്കുന്ന കമൻറ്റ് പ്രകാരം ഒരാൾക്ക് മറ്റൊരു അന്യമതസ്ഥത്തിലുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പള്ളിയിൽ നിന്ന് പുറത്താക്കാനും മാത്രം അയാൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ എത്രയോ ഈ ഉസ്താദുമാർ പ്രകൃതി വിരുദ്ധത്തിനും ഈ പറയുന്ന പീഡന കേസുകളിലൊക്കെ എത്തോരം പ്രതികളാവുന്നുണ്ട്. ആ ആളുകൾക്കെതിരെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? അല്ലാതെ ഇപ്പം അന്യമതസ്ഥരുമായിട്ട് വിവാഹം കഴിച്ചു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ എന്തോരം വർഗീയതയാണ് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിനകത്തോടെ നിങ്ങൾ കുത്തി നിറയ്ക്കുന്നത്. പിന്നീട് വൃത്തികെട്ട ജന്മം, കൂട്ടിക്കൊടുപ്പുകാരൻ, പിമ്പ്, നന്ദു പൊതുവാൾ, ഡാഷ് ഉടുപ്പില്ലാത്തവൻ, ഇതൊക്കെ എന്തുവാടെ? ഒരാൾ ഒരു മകൻ്റെ മരണം സംഭവിച്ചു, അതിനുശേഷം പിന്നീട് അയാളെ എല്ലാവരും കൂടി ഒരുമാതിരി സൈബർ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇത്തരം കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സിദ്ദിഖ് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ മകൻ ഇപ്പോഴും ഉച്ചത്തിൽ ഡാഷ് ഇടുമായിരുന്നു. എൻ്റെ പൊന്നു, ഒരു മര്യാദ വേണ്ടടാ. ഒരു മര്യാദ, ലേശം ഉളുപ്പ്, മര്യാദ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചുകൂടെ? ഇനി ഇതിനകത്ത് കുറേ മുസ്ലിം റിലേറ്റഡ് കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പം ഇൻസ്റ്റയിൽ വന്നിട്ടുള്ള കുറേ പോസ്റ്റിൻ്റെ താഴെയാണെങ്കിലും യൂട്യൂബിലുള്ള കുറേ പോസ്റ്റിൻ്റെ താഴെയാണെങ്കിലും എല്ലാം കൂടെ ഞാൻ വെച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് പോകാം. ആ ഒരു മരണത്തെ റെസ്പെക്റ്റ് ചെയ്യാൻ പോലും അറിയാത്ത കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ നല്ല രീതിയിൽ നിരങ്ങുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കുറേ ആൾക്കാർ നേരത്തെ ഈ ക്യാമറമാന്മാർ ഓൺലൈൻ മീഡിയാസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമ്പോൾ റീൽസ് എടുക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പം ഇത്തരം കമൻറ്റ്സിൻ്റെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മരണം സംഭവിക്കുമ്പോൾ ഇതുപോലെ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഈ രീതിയിലുള്ള വർത്താനം നിങ്ങളിപ്പോൾ ഇട്ട ഈ ഒരു കമൻറ്റുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഈ പറയുന്ന 80കളുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഏതൊക്കെയോ വസന്തങ്ങളാണ് വന്നിട്ട് ഇത്തരം കുറേ കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതൊക്കെ മാറണോടെയോ? ഇത് വർഷം 2024.